is Luka? What is Luka? ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇടയ്ക്കിടെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയും പൊട്ടിത്തെറിക്കുകയും മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണല്ലോ. അതുപോലെ നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഹിന്ദിയുടെ പേരിൽ അവരെ കളിയാക്കിയെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. നിർമ്മലയുടെ അവകാശവാദം, ഞാൻ വരുന്ന സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ ഹിന്ദി പഠിക്കുന്നത് കുറ്റമായി കാണുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ ഹിന്ദി പഠിക്കുന്നതിൽ നിന്ന് തന്നെ അവർ തടഞ്ഞിരുന്നു, കളിയാക്കിയിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. നിർമ്മല സത്യത്തിൽ പാർലമെന്റിൽ കള്ളമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പഠിച്ചിരുന്ന കാലത്ത് അതേ കോളേജിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ സഹോദരൻ തന്നെ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ട്രിച്ചി സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്നുമാണ് നിർമ്മല ബിരുദം നേടിയത്. അവിടെ നിർമ്മല പഠിക്കുമ്പോൾ ആ കോളേജിൽ ഹിന്ദി ഹിന്ദി പഠിക്കാൻ വേണ്ടി സ്കോളർഷിപ്പും കൊടുക്കുന്നുണ്ടായിരുന്നു കോളേജ്. നിർമ്മല ബിരുദ പഠനം നടത്തുന്ന അതേ കാലയളവിൽ ആ കോളേജിൽ തന്നെ ഹിന്ദി പഠിച്ചയാളാണ് എൻ്റെ സഹോദരിയും എന്നാണ് ജേർണലിസ്റ്റായ ആർ വിജയശങ്കർ എക്സിൽ എഴുതിയത്. പാർലമെന്റിലൊക്കെ വന്ന് കള്ളം പറയാൻ വന്ന് ഒരു ഉളുപ്പും ഇല്ലാതായിരിക്കുന്നു ഇവർക്കൊക്കെ. പാർലമെന്റിൽ ദ ബാങ്കിംഗ് ലോസ് അമെന്റ്മെന്റ് ബില്ല് 2024 ചൂടുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് നിർമ്മലയുടെ ഹിന്ദിയെ പ്രതിപക്ഷം കോൺഗ്രസ് കളിയാക്കിയതും അതിൽ പ്രകോപിതയായ നിർമ്മല പൊട്ടിത്തെറിച്ചും. കോൺഗ്രസിന്റെ ലോക്സഭയിലെ ഡെപ്യൂട്ടി ലീഡർ ഗൗരവ് ഗൊഗോയാണ് നിർമ്മലയുമായി കൊമ്പുകോർത്തത്. എന്നാൽ വിഷയം വിവാദമായതോടെ തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താണ് അവിടുത്തെ അവസ്ഥ എന്നതിനെ കുറിച്ച് DMKയുടെ MP കനിമൊഴി തന്നെ രംഗത്ത് വന്ന് സംസാരിച്ചു. കനിമൊഴി പറയുന്നത് തമിഴ്നാട്ടിൽ ഹിന്ദി സംസാരിക്കുന്ന തമിഴന്മാർക്ക് മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ജനം ജനകീയമായി പോരാടുകയായിരുന്നു. അവരെ ആരും നിർബന്ധിച്ചിട്ടില്ല. ജനം തന്നെ അവരുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതാണ് സംഭവം. ഞങ്ങളുടെ നേതാവും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന കാമരാജിനെ ജീവനോടെ കത്തിക്കാൻ ശ്രമിച്ചത് അവരുടെ ആളുകളാണ്. അതും ഈ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ കെട്ടിടങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടു എന്ന്. പിന്നെ ഇവരെന്തുകൊണ്ടാണ് ഈ പറയുന്നത്? പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചുവെന്നാണോ? അവർ സ്കൂളിൽ ഹിന്ദി പഠിച്ചിരുന്നുവെന്ന് നിർമ്മലാജിയുടെ ക്ലാസ്മേറ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ആരെയും കളിയാക്കിയിട്ടില്ല. എൻ്റെ തലമുറയിലുള്ള ഹിന്ദിയെ രണ്ടാം ഭാഷയായി പഠിച്ച നിരവധി തമിഴരെ എനിക്കറിയാം. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ന് എന്തൊക്കെ വഴിയുണ്ടോ അതിലൂടെയെല്ലാം ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണ്. എല്ലാ ബില്ലും പദ്ധതിയും എന്ന് വേണ്ട പറ്റാവുന്ന എല്ലാ വഴികളിലൂടെയും ഹിന്ദിയും സംസ്കൃതവും സർക്കാർ വിദ്യാർത്ഥികൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ നടത്തുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് തമിഴ് പഠിക്കാൻ പറ്റുന്നില്ല. 20 കുട്ടികൾ ചേർന്ന് അപേക്ഷിച്ചാൽ മാത്രമേ അവർക്ക് തമിഴ് പഠിക്കാൻ സാധിക്കൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ തമിഴരുടെ സ്വന്തം ഭാഷ പഠിക്കുന്നതിൽ നിന്നാണ് അവരെ തടയുന്നത്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലേ? അന്ന് ആ സമരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. ജനങ്ങളാണ് മുന്നോട്ട് വന്നത്. അവർക്ക് ഉപകാരമില്ലാത്ത ഒരു ഭാഷ പഠിക്കേണ്ടതില്ലെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് ആളുകൾക്ക് ഹിന്ദി പഠിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് കനിമൊഴി പറഞ്ഞത്. നമുക്കറിയാം തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ആരെങ്കിലും സ്വമേധയാ ഹിന്ദി പഠിക്കുന്നതിന് അവിടെ ഒരു പ്രശ്നവും ശരിക്ക് കനിമൊഴി പറഞ്ഞ പോലെ ഉണ്ടായിട്ടില്ല. നിർമ്മല സീതാരാമൻ പറഞ്ഞത് സത്യമല്ല. എന്നാൽ നിർമ്മല സീതാരാമൻ പറയുന്ന ഹിന്ദി പഠിക്കുന്നതിന്റെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവരെ കളിയാക്കിയിരുന്നു എന്നാണ്. നിർമ്മല എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് കാണണം. നിർമ്മല ഈ വഴക്ക് പാർലമെന്റിൽ തുടങ്ങുന്നത് നിർമ്മല പറയുന്നു, ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എന്താണ് ലൂക്ക? ആരാണത് ഉപയോഗിച്ചത്? ഞാനൊരു ഹിന്ദി ഭാഷയല്ല, ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടില്ല. അത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ എന്താണ് അത് എൻ്റെ നേരെ എടുത്ത് എറിയുന്നത്? നിങ്ങൾ അവർക്ക് ഉത്തരം നൽകേണ്ടെന്നുണ്ട്. സ്പീക്കർ ഓം ബിർള ഇടപെടുന്നുണ്ട്. പക്ഷെ ഗൗരവ് ഗൊഗോയ്ക്കുള്ള ഉത്തരം ഞാൻ ഇപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. നിർമ്മല സീതാരാമൻ അഴിഞ്ഞാടാൻ ആരംഭിക്കുകയാണ്. നിർമ്മല പറഞ്ഞത്, ഇവർക്കുള്ള ഉത്തരം ഞാൻ ഇപ്പോൾ തന്നെ നൽകും, കാരണം അവർ ഞാൻ നുണ പറയുകയാണെന്നാണ് ആരോപിക്കുന്നത്. ഗോഗോയുടെ ഓരോ വാക്കിനും എനിക്ക് ഉത്തരം പറയണം. ആരോപണം ഉന്നയിച്ച അംഗം പോയെങ്കിലും അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് മറ്റംഗങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഭാഗം പറഞ്ഞേ പറ്റൂ. ബഹുമാനപ്പെട്ട രാജീവ് റായ്, നിങ്ങളുടെ വിഷയത്തിൽ ഉടനെ എനിക്ക് മറുപടി പറയണമെന്ന് കരുതിയതല്ല. ചില സീക്വൻസ് ഇങ്ങനെ പറഞ്ഞു പോകാമെന്നാണ് കരുതിയത്. അപ്പം നിർമ്മല സീക്വൻസ് എന്ന് പറയുമ്പോൾ ക്രോണോളജി എന്ന് പറഞ്ഞിട്ട് ആരോ നിർമ്മലനെ തിരുത്തുന്നുണ്ട്. നിർമ്മലയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതും കറക്റ്റ് ചെയ്യുന്നതൊക്കെ. നിർമ്മലയ്ക്ക് ആരും എന്തും പറയാം, നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ, ഞാൻ സീക്വൻസ് എന്നേ പറയൂ എന്ന് പറഞ്ഞ് നിർമ്മല അപ്പം തന്നെ ദേഷ്യം വന്നു. ഇനി സങ്കടത്തോടെ പറയട്ടെ, ബഹുമാനപ്പെട്ട അംഗം രാജീവ് റായ് എനിക്ക് കത്തെഴുതിയെന്ന് മറുപടി നൽകിയില്ലെന്ന് ആരോപിക്കുന്നു. Whatever, my Hindi being what it is. Yeah, you are a professor, you can correct somebody's English, you can correct my Hindi, but your political philosophy, I will have to remind you, may not be correct. ഉടനെ പ്രതിപക്ഷത്തു നിന്ന് ആരോ എന്തോ പറയുന്നതിനോട് നിർമ്മല പറയുന്നത്, നിങ്ങൾ പ്രൊഫസർ ആണല്ലോ, നിങ്ങൾക്ക് ആരുടെയും ഇംഗ്ലീഷ് ശരിയാക്കാം, എൻ്റെ ഹിന്ദി ശരിയാക്കാം, പക്ഷെ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഫിലോസഫി എപ്പോഴും ശരിയായി കൊള്ളണമെല്ലെന്ന് താങ്കളെ എനിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൃത്തിയോട് പറയുകയാണ്. അത് കണ്ട് നിർമ്മല പറയുന്നത്, സർ, ബഹുമാനപ്പെട്ട അംഗം പിന്നെ
ചിട്ടി ലിഖാ ഹേ, ലിഖി ഹേ, ലുഖാ ഹേ, അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലെന്നുണ്ട്. ഹിന്ദിയിലെ ഗ്രാമർ മിസ്റ്റേക്കോ പിന്നെ ടെൻസ് ഒക്കെ കറക്റ്റ് ചെയ്തതാണ് അവർക്ക് പ്രശ്നം. ലിഗി ഹേ, ലിഗാ ഹേ, ലിഗോ ഹേ എന്നൊക്കെ പറയുന്ന അതാണ്. നിങ്ങൾ ഹിന്ദിയെ കളിയാക്കുകയാണ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ എൻ്റെ ഹിന്ദിയാണ് ഞാൻ കളിയാക്കുന്നതെന്ന് അവർ തിരിച്ചു പറയുന്നു. ഞാൻ വരുന്ന സംസ്ഥാനം തമിഴ്നാട്. സഹോദര, നിങ്ങൾ അവരുടെ പക്ഷത്തുള്ളവരല്ലേ, ഒന്ന് ചോദിക്കും. ഇന്ത്യ മുന്നണിയിലാണല്ലോ DMK. അതുകൊണ്ട് ഗോഗോയോട് പറയാം, അവരോട് ഞാൻ വരുന്ന സംസ്ഥാനത്ത് ഹിന്ദി പഠിക്കുന്നത് കുറ്റമായി കാണുന്നവരാണ്, അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ ഹിന്ദി പഠിക്കുന്നതിൽ നിന്ന് എന്നെ അവർ തടഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ അവരോട് പോയി വഴക്കിടൂ, എന്നോടല്ല. എനിക്ക് ഹിന്ദി അറിയില്ലെങ്കിൽ എന്നെയല്ല പറയേണ്ടത്, ഹിന്ദി പഠിക്കാൻ അനുവദിക്കാത്തവരെയാണ് നിങ്ങൾ അവരോട്. ഹിന്ദി പഠിക്കുന്നതിന് അവരായിരുന്നു തടസ്സം നിന്നത്, അവരാണ് അത് പാപമായി കാണുന്നത്, അവരോട് തർക്കിക്കൂ. എന്നോട് എന്തിനാ ചെയ്യുന്നത് ഇതെന്ന് ചോദിക്കേണ്ട. നിങ്ങളുടെ സഖ്യകക്ഷികളുടെ ഹിന്ദി വിരോധം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഗൗരവ് ഗൊഗോയ് വിളിച്ചു പറയുന്നു ലൂക്ക എന്ന് ഉപയോഗിച്ചു എന്ന്. അതിന് അവർ പറയുന്നു ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ഒരുപക്ഷെ നിങ്ങൾ അസാമിൽ അങ്ങനെയൊക്കെ കേട്ടിരിക്കാം എന്ന് പറഞ്ഞാൽ തിരിച്ച് എന്തൊക്കെയോ പറയുന്നു. ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതെങ്ങനെയാണ് എൻ്റെ നേരെ ആരോപിക്കാനാവുക? ഞാൻ അത്തരം വാക്കുകൾ ഉപയോഗിക്കാറില്ല. നിങ്ങൾ നുണ പറയുന്നു. ഞാൻ മെറിറ്റ് നോക്കിയാണ് തർക്കിക്കാത്തത്. ഞാൻ പറയാത്ത കാര്യം എൻ്റെ മേൽ ആരോപിക്കരുത്. ആദ്യമേ ഒന്ന് പറയട്ടെ, തെറി പറയാൻ മാത്രം എൻ്റെ ഹിന്ദി അത്ര സമ്പന്നമല്ല. കഷ്ടിച്ച് 10 വാക്കുകൾ കൊണ്ടാണ് ഞാൻ ഹിന്ദി സംസാരിക്കുന്നത്. എൻ്റെ പദസമ്പത്ത് നന്നായിരുന്നുവെങ്കിൽ എത്രയാണ് മോശമെന്നും എന്താണ് നല്ലതെന്ന് എനിക്ക് തിരിച്ചറിയാമായിരുന്നു എന്നവർ പറഞ്ഞു നിർത്തുകയാണ്. ഹിന്ദിയുടെ പേരിലാണ് ഈ അടിപിടി മുഴുവൻ നടന്നത്. मेरा हिंदी का मजाक मैं उड़ा रही हूँ जी, क्योंकि मैं ये ऐसे स्टेट से आ रही हूँ। भाई साहब, आप उसके पक्ष में बैठे हो ना, आप जरूर पूछिए। मैं ऐसे स्टेट से आ रही हूँ जहाँ हिंदी पढ़ना गुनाह लगता है, इसीलिए बचपन से हिंदी पढ़ने का मुझे रोका गया। उधर आपका झगड़ा रखो, मेरे से नहीं। झगड़ा आपका उनसे होना चाहिए जो हिंदी पढ़ने में आपत्ति बोलते हैं, आपत्ति मानते हैं हिंदी, उनसे झगड़ा करो भाई, मेरे से क्या कर रहे हो? जल्दी से उठना नहीं है, जबकि आपके मित्र पक्ष का लोग का राजनीतिक हिंदी विरोध का समझते नहीं हो आप। सर, हाँ, സത്യത്തിൽ ഹിന്ദി പഠിക്കുന്നതിൽ നിന്ന് ആരെയാണ് തടഞ്ഞിട്ടുള്ളത്? ആരെയാണ് കളിയാക്കിയത്? പിന്നെ തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ അവിടെ പല പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഹിന്ദി தெரியாது പോടാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പിന്നെ ഉദയനിധി സ്റ്റാലിൻ്റെയൊക്കെ പ്രക്ഷോഭങ്ങളൊക്കെ. അതെല്ലാം അവരുടെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ, അല്ല സ്വന്തമായിട്ട് ഒരാൾ ഹിന്ദി പഠിക്കുന്നതിനോ ഒക്കെ. നിർമ്മലയ്ക്ക് ഹിന്ദി അറിയാത്തതിന് നിർമ്മലനെ ഹിന്ദി പഠിക്കാൻ അനുവദിക്കാത്തതിനാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? ഈ സ്ത്രീക്ക് എപ്പോഴും ദേഷ്യമാണ്, എപ്പോഴും ഒന്നൊരാളുടെ അല്ലെങ്കിൽ വേറെ ആളുടെ അടി കൂടിക്കൊണ്ടിരിക്കണം. നിർമ്മലയ്ക്ക് ആരെയും കളിയാക്കാം, പക്ഷെ നിർമ്മലയെ ആരും കളിയാക്കാൻ പാടില്ല. നമ്മളൊരു പഴഞ്ചൊല്ലില്ലേ, കഴുകനെ എല്ലാ ഇറച്ചിയും തിന്നാൻ പറ്റും, പക്ഷെ കഴുകൻ്റെ ഇറച്ചി ആർക്കും തിന്നാൻ പറ്റില്ല. അതാണ് നിർമ്മലയുടെ അവസ്ഥ.